പത്തനംതിട്ട കോന്നിയിൽ 16-കാരിയെ ഹൈക്കോടതി അഭിഭാഷകൻ ബലാത്സംഗം ചെയ്ത കേസിൽ തുടക്കം മുതൽ അട്ടിമറി നീക്കം നടന്നുവെന്ന് ഗുരുതര കണ്ടെത്തലുമായി ആഭ്യന്തര വകുപ്പ്. കേസിൽ ഒത്തുതീർപ്പിനായി ഒന്നാം പ്രതി നൌഷാദും രണ്ടാം പ്രതിയും CWC ചെയർമാന്റെ ഓഫീസിൽ നേരിട്ട് പോയി കണ്ടു. കേസിൽ വീഴ്ച വരുത്തിയ കോന്നി ഡിവൈഎസ്പിയെയും CIയെയും സസ്പെൻഡ് ചെയ്തുള്ള ആഭ്യന്തര വകുപ്പ് ഉത്തരവിലാണ് ഈ കണ്ടെത്തൽ. AV ജയശങ്കർ വിവരങ്ങൾ ചെയ്തു. ജയശങ്കർ, അങ്ങനെയാണെങ്കിൽ തുടക്കം മുതൽ തന്നെ ഈ കേസ് അട്ടിമറിച്ച് കുഴിച്ചുമൂടാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നു എന്നല്ലേ? അതായത് അശ്മി, 16-കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഹൈക്കോടതി അഭിഭാഷകൻ വലിയ രീതിയിൽ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ ഒരു കണ്ടെത്തലുള്ളത്. ഈ കേസിലെ രണ്ടാം പ്രതി എന്ന് പറയുന്നത് ഇരയുടെ പിതാവിന്റെ സഹോദരിയാണ്. അത്തരത്തിൽ വലിയൊരു അട്ടിമറി ഈ വിഷയവുമായി ബന്ധപ്പെട്ട നടന്നു എന്നാണ് നിലവിൽ ആഭ്യന്തര വകുപ്പ് കണ്ടെത്തുന്നത്. ഈ ഒന്നാം പ്രതി നൌഷാദും രണ്ടാം പ്രതിയും CWC ചെയർമാന്റെ ഓഫീസിൽ നേരിട്ടെത്തിക്കൊണ്ട് ഈ കേസ് ഒത്തുതീർപ്പാക്കാനോ അല്ലെങ്കിൽ ഈ CWC ചെയർമാനെ സ്വാധീനിക്കാനും ശ്രമിച്ചു എന്നാണ് ആഭ്യന്തര വകുപ്പ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിജീവിത ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടുകൂടി മാത്രമാണ് CWC പോലീസിന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറിയത്. ഈ CWCയുടെ റിപ്പോർട്ട് 10 ദിവസം വൈകിയത് പ്രതികൾക്ക് ആനുകൂല്യം ലഭിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള വഴി ഒരുങ്ങിയെന്നും ഈ ആഭ്യന്തര വകുപ്പിന്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോന്നി DYSPക്കും SHOയ്ക്കും വലിയ തോതിലുള്ള വീഴ്ചകൾ കണ്ടെത്തിയിരുന്നു. ഈ വീഴ്ചയുടെ കൂടി അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ എന്തായാലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒന്നാം പ്രതിയുടെയും ഭാര്യയുടെയും ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതെന്നും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നത്. അതിന്റെ കൂട്ടത്തിലാണ് ഈ ഒരു പരാമർശം കൂടി, ഈ ഒരു കണ്ടെത്തൽ കൂടി റിപ്പോർട്ടിന്റെ ഭാഗമാക്കിയിരിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച്, ജില്ലയിലെ പോലീസിനെ സംബന്ധിച്ച വലിയ വീഴ്ച എന്നൊരു കണ്ടെത്തലുണ്ട്. ഒപ്പം തന്നെ CWCക്കെതിരെയും ആഭ്യന്തര വകുപ്പ് വളരെ ഗുരുതരമായ ഒരു ആക്ഷേപമാണ്, ഒരു കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത്. കാരണം പ്രത്യേകം കേസെടുത്ത് അന്വേഷണം ഉൾപ്പെടെ നടത്താൻ സാധിക്കുന്ന ഒരു തലത്തിലുള്ള കണ്ടെത്തലാണ് എന്തായാലും ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ടിൽ റെക്കോർഡിക്കലി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ ഇനി തുടർ നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ള കാര്യമാണ് കണ്ടറിയേണ്ടത്. എന്തായാലും CWC ചെയർമാനെ നമ്മൾ രാവിലെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം ഒരു പരസ്യ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ ചില ആളുകൾ തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയെന്നാണ് അനൌദ്യോഗികമായി CWC ചെയർമാൻ ഈ വിഷയത്തിൽ നൽകുന്ന ഒരു പ്രതികരണം. പക്ഷേ ഒരു പരസ്യ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്തായാലും ഈ പത്തനംതിട്ടയിലെ 16-കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ അടിമുടി ദുരൂഹതയുണ്ട്. പോലീസിന്റെയും CWCയുടെയും വീഴ്ച എണ്ണിപ്പറയുന്ന ചൂണ്ടിക്കാണിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ആഭ്യന്തര വകുപ്പ് എന്തായാലും ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത്. ആശ്മി, ജയശങ്കറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. CWC ചെയർമാനെ 1-2 പ്രതികൾ പോയി നേരിട്ട് കണ്ടു. ആ സമയം മുതൽ കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ സജീവമായി നടന്നു എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് തന്നെയാണ്.